ഹായ്, ഞാൻ നിങ്ങളുടെ രമ ചേച്ചി. ഇന്ത്യയിലേക്ക് സ്വാഗതം. ഞങ്ങൾക്കിന്ന് വിഴിഞ്ഞം കടപ്പുറത്ത് നിന്ന് 2 പരപ്പൻ കളാത്തി കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല ഫ്രഷായ മീനാണ്. ഇന്നിവിടെ ചാകരയായിരുന്നു. അങ്ങനെയാണ് നമുക്ക് ഈ മീൻ കിട്ടിയത്. ഈ മീനെന്ന് പറഞ്ഞാൽ പുറത്തൊക്കെ കയറ്റി അയക്കുന്ന മീനാണ്. ഇന്നിപ്പം നമുക്ക് ഇത് വറുക്കാനും കൊള്ളാം, കറി വയ്ക്കാനും കൊള്ളാം. നമുക്കിപ്പോൾ ഇതിന് മുളകിട്ട് കറി വയ്ക്കാനാണ് ഞാനിന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നിപ്പോൾ കൊണ്ടുവന്ന് ഈ മീൻ വെട്ടിക്കഴുകി വൃത്തിയാക്കിയെടുക്കട്ടെ. അങ്ങനെ മീൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എങ്ങനെ പാകം ചെയ്യാം എന്നുള്ളതിനെ നമുക്ക് കാണാം. നമുക്കിനി ഈ മീനിന് വേണ്ടിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് പറയാം. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏതൊരു കറിക്കും പ്രധാനപ്പെട്ടത് ഉപ്പാണ്. കല്ലുപ്പും ചെറിയ ഉപ്പും വെച്ചിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഒരു ഉരുളം പുളി കലക്കി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇതിന് ചേർക്കേണ്ടത് ഉലുവ, പൊടിക്കാത്ത ഉലുവ, പൊടിച്ച ഉലുവ, കുരുമുളക് പൊടിച്ചത്, കുരുമുളക് പൊടിക്കാത്തത്, ഒരു 6 അല്ലി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്, ഒരു 8 ചെറിയ ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, അതുപോലെ ഒരു 8 ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, 10 പച്ചമുളക് അതും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില വേണം, ആവശ്യത്തിന് വെള്ളം, പിന്നെ ഇതിന് പ്രധാനമായിട്ട് വെളിച്ചെണ്ണ വേണം, അത് ആവശ്യത്തിന് എടുക്കണം. മീൻ കറി വയ്ക്കാൻ നമുക്ക് മല്ലിയും മുളകും ഒന്ന് വറുത്ത് ചൂടാക്കി എടുക്കണം. അതിനുവേണ്ടി നമുക്കൊരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. ചീനച്ചട്ടി വെച്ച് കൊടുത്ത് ചീനച്ചട്ടി നല്ലപോലെ ചൂടായി. ഇനി നമുക്ക് മല്ലിയും മുളകും ഒന്ന് ചൂടാക്കി എടുക്കാം. രണ്ട് 3 സ്പൂണ് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി മല്ലി, ഒരു 2 സ്പൂൺ മല്ലി ചേർക്കുന്നു. പിന്നെ ചൂടാക്കണം, ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. കരിഞ്ഞു പോകാൻ പാടില്ല, നല്ലപോലെ ഒന്ന് ചൂടാക്കണം. അങ്ങനെ നല്ലതുപോലെ മുളക് പൊടി ചൂടായി. ഇനി നമുക്കിനി ഒന്ന് അരയ്ക്കണം. അത് മിക്സിയുടെ ജാറിലോട്ടിട്ടൊന്ന് എല്ലാ കൂട്ടുകളും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കാം. മുളക് പൊടി എല്ലാം കൂടി ഇതിലോട്ട് അരയ്ക്കാൻ തട്ടിക്കൊടുക്കണം. ഇനി ഒരു ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടി, ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കണം, പുളി ഒഴിച്ചു കൊടുക്കണം. ഇതിന് നല്ലതുപോലെ അരച്ചെടുക്കണം. കൂട്ട് തയ്യാറാക്കാൻ സ്റ്റവ് കത്തിക്കുക. ഒരു ഉരുളി വെച്ച് കൊടുക്കുക. നല്ലതുപോലെ ചൂടായി. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 4 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി. ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ കൂടെ ഇഞ്ചി ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ കൂടെ പച്ചമുളക് ചേർത്ത് കൊടുക്കണം. അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് വെക്കണം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ചേർത്തിട്ടുള്ളത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളി, ഇത്രയാണ് ഇതിലോട്ടിപ്പോൾ ചേർത്തിരിക്കുന്നത്. ഇത് നല്ലപോലെ മൂത്ത് വരണം. ഇനി ഇതിലോട്ട് ഇത് ഏകദേശം ഒരു വിധം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പൊടിക്കാത്ത പച്ച ഉലുവ ഒരു ചെറിയ സ്പൂൺ ഇട്ട് കൊടുക്കണം. അതുപോലെ കുരുമുളക് അതും ഒരു 1.5 സ്പൂൺ കുരുമുളക്
ഈ കുരുമുളക് ഇപ്പം ഇത് പൊടിക്കാത്ത കുരുമുളകാണ് ചേർത്തിട്ടുള്ളത്. അതെന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മീൻ കഴിക്കുമ്പോൾ ഈ കുരുമുളക് കൂടെ ഇങ്ങനെ കടിക്കണം. അതൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഈ കുരുമുളക് ചേർക്കുന്ന കറികൾക്കൊക്കെ നമ്മൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു ഭയങ്കര രസമാണ്. അത് ഈ മീനിന് പൊതുവെ ഇങ്ങനെ ഈ രീതിയിൽ ചെയ്യാൻ വേണ്ടി കുരുമുളക് കൊടുക്കണം. നല്ലപോലെ ഇളക്കി കൊടുക്കണം. 3/4 ഭാഗമായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. അങ്ങനെ കറിവേപ്പില ഇട്ട് ഇതിന് നല്ലപോലെ ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ മൂത്ത് കഴിഞ്ഞ് ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. നല്ലപോലെ കലക്കി കൊടുക്കണം. നമുക്ക് ഈ കൂട്ടിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാൻ 2 സ്പൂൺ ഉപ്പായിട്ടുള്ളൂ. ഇനി നമുക്ക് ഇടണം. ഉപ്പ് കൂടിപ്പോയാൽ കുറയ്ക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഉപ്പ് കണക്കിന് ഇട്ടിട്ടുണ്ട്. ഇനി ആവശ്യമുണ്ട്. ഈ കൂട്ട് തിളച്ചതിന് ശേഷം മീൻ ഇട്ട് മീൻ ഒരുവിധമായി വരുമ്പോൾ നമുക്ക് ഉപ്പ് നോക്കണം. പൊടിച്ച് വെച്ചിരുന്ന കുരുമുളക് ഒരു സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുത്ത്, അതുപോലെ ഉലുവ അതും 1 സ്പൂണ് ചേർത്ത് കൊടുക്കുക. എന്ന് വെച്ചാൽ ഈ മീനിന് ഏറ്റവും പ്രധാനം കുരുമുളക് ഉലുവയാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ഇനി ഇതൊന്ന് കലക്കി കൊടുക്കണം. എന്നിട്ട് ഒരടപ്പ് വെച്ച് അടച്ചു വെച്ച് കൊടുക്കാം. അടപ്പ് തുറന്ന് നോക്കാം. കൂട്ട് നല്ലപോലെ തിളച്ച് ഇനി നമുക്ക് ഈ കൂട്ടിലോട്ട് കഷ്ണിച്ച് വെച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. ആദ്യം തല, ഈ കഷ്ണങ്ങളെല്ലാം പറക്കി കൊടുക്കണം. ഇനി കറിവേപ്പിലയും കൂടി ഇനി നമുക്ക് മീനിന് തിളക്കട്ടെ. ഒരടപ്പ് വെച്ച് കൊടുക്കാം. അടപ്പ് തുറന്ന് നോക്കാം. നല്ലതല്ല തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കൂടുതലിട്ട് ഇളക്കരുത്. ഇനി ഉപ്പുണ്ടോന്ന് നോക്കട്ടെ. ആവശ്യത്തിനുണ്ട്.
ഒന്ന് അടച്ചു വയ്ക്കണം. പരപ്പൻ ക്ലാത്തി റെഡിയായി. സ്റ്റൗ അണയ്ക്കാം. ഇതിന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. പിന്നെ ഒരു കാര്യം, ഈ മീനിൽ ഞാൻ തക്കാളി ചേർത്തിട്ടില്ല. തക്കാളി ചേർക്കണം എന്നുള്ളവർക്ക് തക്കാളി ചേർക്കാം. ഇതിൻ്റെ തല കപ്പ, പിന്നെ പൊറോട്ട, പുട്ട്, ഇതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ഇതൊന്നും എല്ലാവരും ചെയ്ത് നോക്കണം. എന്താ വെച്ചാൽ ഈ മീൻ നമ്മൾക്ക് ഇവിടെ കയറി കഴിഞ്ഞാൽ നമുക്കാർക്കും കിട്ടില്ല. ഇതുടനെ അവർ കയറ്റുമതി ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഇന്നലെ ചാകരയായിരുന്നു. ഇതിൻ്റെ ഇഷ്ടം പോലെ കയറിയത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇന്നലെ കിട്ടിയത്. അതിനതാ ഇന്നിതാ കറി വെച്ച് ഇതൊന്ന് ഇതുപോലെ എല്ലാവരും ചെയ്തു നോക്കണം. നല്ല സൂപ്പർ കറിയാണ്. ഇതൊന്ന് കഴിച്ചു നോക്കണം മക്കൾ. സൂപ്പർ ആയിട്ടുണ്ട്. അടിപൊളി. ഇതുപോലത്തെ മീൻ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അടിപൊളിയായിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഈ മീൻ ഇനി വാങ്ങിക്കൊണ്ടൊന്ന് വീട്ടിൽ അമ്മയുടെ കയ്യിൽ കൊടുക്കണം, വെച്ച് തരാൻ പറയണം. ഒരു ദിവസം നമ്മൾ ഇതിങ്ങനെ വെച്ച് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും കഴിക്കണം ഉണ്ടാക്കണം. പക്ഷെ അങ്ങനെ കിട്ടില്ല. എന്തൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അതെ അതെ അതെ.